കതിരിൽ കൊണ്ടുപോയി വളം വെച്ചിട്ട് കാര്യമില്ല. മാതാപിതാക്കളോടാണ്. നിങ്ങൾ എത്രത്തോളം കുഞ്ഞുങ്ങളെ മനസ്സിലാക്കുന്നുണ്ട് എന്ന് സ്വയം ഒന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഇപ്പോൾ കൂടെയുണ്ടല്ലോ, ഞായറാഴ്ച ദിവസമല്ലേ, അവരോടൊന്ന് തുറന്ന് സംസാരിച്ചു നോക്കൂ. എല്ലാ കാലത്തും കുട്ടികൾക്ക് സമ്മർദ്ദം നേരിടേണ്ടി വരുന്നുണ്ട്. പക്ഷേ എങ്ങനെയാണ് അവർ ആ സാഹചര്യത്തെ അതിജീവിക്കുന്നത് എന്നതാണ് പ്രധാനം. സ്കൂളിൽ നിന്നുള്ള സമ്മർദ്ദത്തിന് പുറമെ വീടുകളിൽ കൂടി അവർ പ്രയാസം നേരിടേണ്ടി വരുന്നുണ്ടോ? കുട്ടികളോട് തുറന്ന് സംസാരിച്ച് അവരുടെ മനസ്സ് മനസ്സിലാക്കുന്ന മാതാപിതാക്കൾക്ക് ഒരു പരിധിവരെ കുഞ്ഞുങ്ങളെ സഹായിക്കാൻ സാധിക്കും. വിനോദോപാധികൾ കുഞ്ഞുങ്ങൾക്ക് അത്യാവശ്യമാണെന്ന് പറയുന്നു കൺസൾട്ടന്റ് സൈക്കാട്രിസ്റ്റ് എൽസി ഉമ്മൻ. ഓരോ കാലഘട്ടത്തിന് അനുസൃതമായിട്ടുള്ള സമ്മർദ്ദം കുട്ടികൾക്കുണ്ട്. ഇപ്പോഴത്തെ പ്രശ്നം, ഇന്നത്തെ കാലഘട്ടത്തിലുള്ള കുട്ടികൾക്ക് സമ്മർദ്ദത്തെ എങ്ങനെ നേരിടണമെന്ന് അവർക്കറിയത്തില്ല. അവർക്ക് ജീവിത നിപുണത കുറവാണ്, അതായത് ലൈഫ് സ്കിൽസ് കുറവാണ്. തോൽവിയെ എങ്ങനെ നേരിടണമെന്ന് ഇപ്പോഴത്തെ കാലഘട്ടത്തിലുള്ള കുട്ടികൾക്ക് അറിയത്തില്ല. അതിന് പ്രധാന കാരണം പേരൻറ്റിങ്ങിൽ വന്നിട്ടുള്ള വ്യതിയാനമാണ്. അതേപോലെ നമ്മുടെ സംസ്കാരത്തിൽ പതുക്കെ പതുക്കെ വന്നു ചേർന്നിട്ടുള്ള വ്യതിയാനങ്ങൾ, കാലക്രമേണ വന്നു ചേർന്ന വ്യതിയാനങ്ങൾ കാരണമാണ്. അത് തന്നെയല്ല, ഇപ്പോൾ നമ്മുടെ കുട്ടികൾക്കൊരു കളിക്കളം പോലും യഥാർത്ഥത്തിൽ അവൈലബിൾ അല്ല. വീട്ടിനുള്ളിൽ അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റിനുള്ളിൽ ഒതുങ്ങിപ്പോകുന്നൊരു സാഹചര്യം വരുന്നു. അതുകൊണ്ട് തന്നെ അവർ മൊബൈലിൽ ഒതുങ്ങിപ്പോകുന്നു, അല്ലെ ഗാഡ്ജറ്റിൽ ഒതുങ്ങിപ്പോകുന്നു. ആ ഒരു ലോകത്തേക്ക് അവർ ഒതുങ്ങിപ്പോകുന്നു. അപ്പോൾ ഇത്തരം സാഹചര്യത്തിൽ വളരുന്ന കുട്ടികൾക്ക് സ്വാഭാവികമായിട്ടും എന്തെങ്കിലും ജീവിതത്തിലൊരു പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ ഒരു ക്രൈസിസ് വരുമ്പോൾ, അതൊരു പക്ഷേ പ്രണയിനി നോ പറയുന്നതാകാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സബ്ജക്റ്റിന് തോറ്റു പോകുന്നതാകാം. എല്ലാ വർഷവും നമുക്കറിയാവുന്നതാണ്, ഫുൾ A+ കിട്ടിയില്ല എന്ന് പറഞ്ഞു കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നത് എല്ലാ കൊല്ലവും നമ്മൾ റിപ്പീറ്റഡായിട്ട് കാണുന്ന ഒരു സിനാരിയോ ആണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയും ചെറിയ ചെറിയ തോൽവി പോലും സഹിക്കാൻ പറ്റാതെ ജീവിതം ഒടുക്കുന്ന രീതിയിൽ കുട്ടികൾ മാറുന്നത് അത് ഈ കാലഘട്ടത്തിൽ വളരെയധികം കൂടുതലാണ് മുൻപത്തെ അപേക്ഷിച്ച്. ചെറിയ ഒരു സമ്മർദ്ദമാണോ കുഞ്ഞിന് ഉണ്ടാവുന്നത് എന്നത് നോക്കിയിരുന്നാൽ മനസ്സിലാക്കാൻ പറ്റും. അതിൽ നിന്ന് പെട്ടെന്ന് അവരെ തിരിച്ച് പോസിറ്റീവ് മൈൻഡ് സെറ്റിലേക്ക് കൊണ്ടുവരാൻ കഴിയും. അതിന് മാതാപിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കണം.